ഈ ചൂട് കാലത്ത് നമുക്കൊക്കെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം ഐസ്ക്രീം, ഷേക്ക് അങ്ങനെയുള്ള തണുത്ത സാധനങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു വാട്ടർമെലൻ്റെ ഐസ്ക്രീം നോക്കാം. നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന കളറും ഫ്ലേവറും ഒക്കെ ചേർത്ത ഐസ്ക്രീമിനെക്കാട്ടിലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ ഇത് പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ വാട്ടർമെലൻ്റെ ജ്യൂസ് നമുക്ക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റില്ല, കാരണം അത് ലൂസാണ്. പിന്നെ ഒരു റോ ടേസ്റ്റും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 2.5 കപ്പ് വാട്ടർമെലൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാട്ടർമെലൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് വെള്ളം ഒന്നും ചേർക്കാതെ ജ്യൂസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം പതുക്കെ തിളച്ച് വരുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് 2.5 സ്പൂൺ കോൺഫ്ലോർ എടുത്തതിന് ശേഷം നമ്മൾ മാറ്റി കുറച്ച് വാട്ടർമെലൺ ജ്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർമെലണിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അറിയാലോ, കോൺഫ്ലോർ ചേർക്കുമ്പോൾ എന്താണെങ്കിലും കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മുടെ വാട്ടർമെലണിന് മധുരം കുറവായിരുന്നു, അതുകൊണ്ടാണ് ചേർക്കുന്നത്. മധുരം ഉള്ള തണ്ണിമത്തനാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർത്താലും മതിയാകും. അപ്പോൾ പഞ്ചസാര കൂടി ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, കാരണം പഞ്ചസാര കൂടി ചേർക്കുമ്പോൾ ഇതൊന്ന് ലൂസാകും. അപ്പോൾ കട്ട പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അത് ഒന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു 5 മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിക്കുമ്പോൾ തന്നെ അത് ശരിക്കും തിക്കായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അത് ഒരു 5 മിനിറ്റിന് ശേഷം അതൊന്ന് വറ്റി തിള വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കഷ്ണങ്ങളാക്കിയ വാട്ടർമെലൺ ചേർത്ത് കൊടുക്കാം. സീഡ്സൊക്കെ മാറ്റിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതിട്ടതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കിയാൽ മതിയാവും. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ 2.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വിപ്പിംഗ് ക്രീം ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ ബീറ്ററൊക്കെ കാണും. ബീറ്റർ ഇല്ല എന്നുള്ളവർ ജാറ് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം അതിൽ പതുക്കെ വിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്രീം ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിരുന്ന വാട്ടർമെലൺ ഉണ്ടല്ലോ, അതിപ്പോൾ നന്നായിട്ട് തണുത്തിരിപ്പുണ്ട്. അതെടുത്തതിന് ശേഷം നമ്മൾ ആ വിപ്പിംഗ് ക്രീമിലേക്ക് ഓരോരോ കപ്പായിട്ട് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തം 3.5 കപ്പ് ഉണ്ടായിരുന്നു, അത് മൊത്തം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ വാട്ടർമെലൺ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ആദ്യം ഒരു വിസ്ക് വെച്ചിട്ടായിരുന്നു അത് മിക്സ് ചെയ്തത്, പക്ഷെ അത് അത്ര മിക്സായി വരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു തടിത്തവി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാട്ടർമെലൻ്റെ ജ്യൂസ് മുഴുവൻ അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ശക്തിയായിട്ട് മിക്സ് ചെയ്യേണ്ട, പതുക്കെ ഒന്ന് റോൾ ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ക്ലിൻ റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രീസറിലേക്ക് ഒരു 2 മണിക്കൂർ വെച്ച് കൊടുക്കുന്നുണ്ട്. ക്ലിൻ റാപ്പ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അറിയാലോ, അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വീഴാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം അടപ്പുള്ള ബൗളാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അടപ്പ് വെച്ച് അടച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ചാലും മതിയാവും. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കൊരു 2 മണിക്കൂറിന് ശേഷം ഇത് വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളതൊരു ചെറിയ കണ്ടെയ്നറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമുക്ക് ഈ കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അത് നിറയെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ഫ്രീസറിലേക്ക് മാറ്റണം. ഫ്രീസറിൽ ഒരു ഓവർ നൈറ്റ് വെക്കണം അത്, അപ്പോഴാണ് ശരിക്കും ഫ്രീസായി കിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മൾ പിറ്റേന്ന് അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇത് അപ്പോൾ തന്നെ നമ്മൾ സ്കൂപ്പ് ചെയ്യാണ്. ഒരുപാട് നേരം വെച്ചേക്കുന്നില്ല, കാരണം മക്കൾ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് നേരം നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. അതുകൊണ്ട് നമ്മൾ സ്കൂപ്പ് ചെയ്തെടുത്ത്, എൻ്റെ കയ്യിൽ സ്കൂപ്പർ ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ ഒരു തവി കൊണ്ടാണ് ഞാനിപ്പോൾ സ്കൂപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കണം.